ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഇറാന് യാതൊരു പിടിയുമില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ അറ്റോമിക് എനർജി ആയിട്ട് ബന്ധപ്പെടുന്നു. ഇൻ കേസ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ പറയുന്ന ഇറാനിലുള്ള ഒരെണ്ണം പോലും ജീവനോടിരിക്കത്തില്ല. അവർക്ക് ഈ പ്രോപ്പറായിട്ട് ഈ സാധനങ്ങളും, അതായത് മെച്ചുവേർഡായിട്ടുള്ള ഈ ന്യൂക്ലിയർ വെപ്പൺസും വാർഹെഡ്സും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ പറഞ്ഞു കഴിയുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതൊന്നുമല്ല. അതായത് ബ്രിട്ടന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ട്. ഇത് അമേരിക്ക കൊടുത്തത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ടെക്നോളജി എല്ലാം ഇപ്പോഴും അമേരിക്കൻ ഫോഴ്സും അമേരിക്കൻ എഞ്ചിനീയേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ബ്രിട്ടൻ എല്ലാ വർഷവും ഇത്ര ബില്യൺ വെച്ച് അമേരിക്കയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. കാരണം ലീസായിട്ട് എടുത്തേക്കുകയാണ്. ലീസായിട്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നതാണ്. ഇത് ജോയിൻ്റായിട്ട് അത് അമേരിക്ക മാത്രം ചെയ്തിട്ട് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തേക്കുകയാണ്. അതിൻ്റെ പേര് ട്രൈഡൻറ്റ് മിസൈൽ സിസ്റ്റമാണ്. 4 അന്തർവാഹിനിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം മുങ്ങിക്കപ്പൽ ആ സാധനം. അപ്പം 4 വാഗ്മൻ ഗ്രേഡിലുള്ള അന്തർവാഹിനിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് 16 ന്യൂക്ലിയർ വാർഹെഡ് മിസൈൽസ് ഉണ്ട്. അതിൻ്റെ ട്രൈഡൻറ്റ് എന്ന പേര് ട്രൈഡൻറ്റ് മിസൈൽ സിസ്റ്റമാണ്. അത് അമേരിക്കയുടെയാണ്.